ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ അഭിപ്രായം പറയാനായിട്ട് ആളല്ല. കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേക്കാളും പ്രസക്തമായ ഒരു ജഡ്ജ്മെൻറ്റ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് വെച്ചാൽ ഓൺലി ഒരു റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല അതൊരു വൺ സൈഡായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു അങ്ങനെ അതിനെ എടുക്കാൻ പറ്റുള്ളൂ. അതിനൊരു നിയമ സാധുത എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് നിയമം എന്താണ് അങ്ങനെയുള്ളവർ അറിയാവുന്നവർ പറയട്ടെ. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നത് 2015 ശ്രീ വിനയൻ്റെ പരാതിയുടെ പുറത്ത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നൽകിയ ആ ജഡ്ജ്മെൻറ്റിനകത്തെ കാര്യങ്ങൾ ഇതിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്തുണ്ടായിട്ടുള്ള റിപ്പോർട്ടാണ്. ഏത്? ആ ജഡ്ജ്മെൻറ്റിനെ ഫോളോ ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ സുപ്രീം കോടതിയുടെ വിധിയൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ ഓരോരോ ഇതല്ല. അപ്പം അങ്ങനെയുള്ള ഒരു ആ ഫോളോ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഇത് ഒരുമിച്ച് വായിക്കേണ്ട, നമ്മൾ പറയത്തില്ലേ കൂട്ടി ചേർത്ത് വായിക്കണമെന്ന് പറയത്തില്ലേ, അങ്ങനെ വായിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു വാല്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, സർക്കാർ ഇതിൽ ചില ഗണ്ണികകൾ മാറ്റിയതായിട്ടും പറയുന്നത്. ഇതിനെക്കുറിച്ച് അതിനെ ഈ പറഞ്ഞ പോലെ ഈ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതിന് അതിനകത്ത് എന്താണ് ഒരു അല്ലല്ല അതാരാണ് അല്ലെങ്കിൽ എന്താണ് ആ സംഭവം? ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ചക്കയാണോ മാങ്ങയാണോ എന്നൊക്കെയുള്ള ഒരു എന്തെങ്കിലും ഒരു 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 ഐഡിയ തരണ്ടേ? അപ്പോൾ ഇതിന് ചക്കയാണ് അല്ലെങ്കിൽ മാങ്ങയാണ് അല്ലെങ്കിൽ തേനാണ് പാലാണ് എന്തെങ്കിലും ഒരു ഐഡിയ അതിനകത്ത് ഉണ്ടാകണ്ടേ? അതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിനകത്ത് വിഷയം. പ്രമുഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാണ് ഞാൻ ചോദിച്ചത്, ചക്കയാണോ മാങ്ങയാണോ എന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അതെ. അപ്പോൾ പക്ഷേ അതേ പക്ഷേ ഒരു കാര്യം അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച്. ആ ജഡ്ജ്മെൻറ്റ് ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് ആണ്. അതിൻ്റെ പുറത്ത് കുറച്ച് ആളുകൾ അതിന്മേൽ പിഴ ഈടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പിഴ ഈടാക്കിയത് ആരാണ്? അതിനെക്കുറിച്ചല്ലേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ തന്നെയല്ലേ ഈ 15 അംഗ കമ്മിറ്റിയിലുള്ളത് അല്ലേ? അവർ തന്നെയാണ് ഈ പറയുന്ന ട്രിബ്യൂണൽ, അതായത് എന്താണ് കമ്മീഷൻ്റെ ജഡ്ജ്മെൻറ്റിനകത്ത് സംഘടനയിൽ അധീശത്വമുള്ളവർ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അധീശത്വമുള്ളവർ എന്താണ് അർത്ഥം? അധീശത്വമുള്ളവർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെയല്ലേ ഈ പവർ എന്ന് പറയുന്നത് അല്ലേ? അല്ല, എനിക്കറിയില്ല. അധീശത്വമുള്ളവർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പവർ അല്ലേ? അധീശത്വം എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് പവർ എന്നും പറയാമല്ലോ. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിനകത്ത് സംഘടനയിൽ അധീശത്വമുള്ളവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് പവർ. അധീശത്വം എന്ന് പറയുന്നത് പവറാണ്. ഈ റിപ്പോർട്ടിൽ ചേട്ടൻ്റെ അഭിപ്രായം? ഈ റിപ്പോർട്ടിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേസമയം മറ്റത് വെച്ച് ചേർത്ത് വായിക്കുമ്പോൾ അഭിപ്രായം പറയാനുണ്ടാവും. അതാരും അച്ഛനാണ് ശരിയെന്ന് തോന്നുന്നു. അച്ഛൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ പലതും പുറത്തു പറയുന്നത്. സർ, ഞാൻ ചോദിക്കുന്നത് അച്ഛൻ്റെ കാര്യം അച്ഛനാണ് പറഞ്ഞതാണ് ശരി എന്നുള്ളതിന് ഞാൻ എന്തിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട കാര്യം? അത് ഇവിടെ ഇരിക്കുന്ന റോഡിൽ കൂടി ചുമ്മാ അലഞ്ഞു നിലഞ്ഞ് നിൽക്കുന്ന ഒരു നായോട് ചോദിച്ചാലും പറയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊന്നും പോകുന്നത്. കാര്യം ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആ ജഡ്ജ്മെൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് തിലകൻ പറഞ്ഞത് ശരിയാണെന്ന്. ഇപ്പോൾ ഇതിനകത്തും ആ വിഷയം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് അതിനകത്ത് ന്യായീകരിക്കാൻ നിൽക്കേണ്ട കാര്യം? ആദ്യം വിലക്കപ്പെട്ടത് അച്ഛനാണെന്ന് തോന്നുന്നു. അല്ലല്ലല്ല, അച്ഛനൊന്നും അല്ല ആദ്യത്തെ വിലക്ക്. സുകുമാരൻ കിടക്കില്ലേ? സുകുമാരനും അന്നും ഇത്തരത്തിലുള്ള വിലക്ക് അല്ലെങ്കിൽ ഒരു ഇത് നേരിട്ടൊരാളാണെന്ന് തോന്നുന്നു. സുകുമാരൻ മാത്രമല്ല, ഇപ്പം ക്യാപ്റ്റൻ രാജു ഒരിക്കൽ തിലകനെ തള്ളി പറഞ്ഞില്ലേ? അപ്പോൾ അതിനു മുമ്പ് ക്യാപ്റ്റൻ രാജുവിന് വേണ്ടിയിട്ടല്ലേ അച്ഛൻ്റെ അതിൻ്റെ വൈറ്റ് തന്നെ കിടപ്പുണ്ടല്ലോ. ക്യാപ്റ്റൻ രാജു, മാള രവീന്ദ്രൻ, പിന്നെ ആരാണ്, ബാബുരാജ്, ഇവരൊക്കെ സോറി പറഞ്ഞും ഒക്കെ ക്ഷമ എഴുതി കൊടുത്തും അല്ല എല്ലാവരും അല്ല, മാള രവീന്ദ്രനൊന്നും മാപ്പ് പറഞ്ഞിട്ടൊന്നുമില്ലെന്നാണ് എൻ്റെ അറിവ്. അവർ പലരും മാപ്പ് പറഞ്ഞിട്ട് തിരിച്ചു കയറി. തിരിച്ചു കയറാത്തത് ചേട്ടൻ അമ്മയിൽ നിന്ന് പുറത്തു വരാനുള്ള കാരണം ഇത് തന്നെയായിരുന്നു. അതിവിടെ ഇപ്പോൾ പ്രസക്തമാണോ? എങ്കിൽ പോലും
അല്ല, ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടിൽ ഇത് താരങ്ങളെ പറഞ്ഞതുകൊണ്ട് നീ തന്നെയാണ്. എൻ്റെ അടുത്ത് എന്താണ് അച്ഛൻ്റെ കാര്യമല്ലേ ചോദിച്ചേ? അത് തൽക്കാലം അച്ഛൻ്റെ കാര്യം അറിഞ്ഞാൽ മതി. എൻ്റെ കാര്യം എനിക്ക് പ്രശ്നമില്ല. എങ്കിലും അമ്മയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണല്ലോ. താരങ്ങളുടെ ഇടയിൽ താരങ്ങളോട് ഫൈറ്റ് ചെയ്ത ഒരാളാണല്ലോ. അപ്പോൾ ഈ താരങ്ങൾക്കെതിരെയുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഈ സമയമാണല്ലോ ഉചിതമായ സമയം. എത്ര മണിക്ക്? ഈ സമയമാണല്ലോ. അതിനെ ചോദിച്ചേ എത്ര മണിക്കാണ് ആ സമയം ഉചിതമായ സമയം? പക്ഷെ എനിക്ക് പറയുന്നത് സമയമായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയൊരു കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. അത് ആർക്കാണ് തുറന്നു പറയാനില്ലാത്തത്? ഈ സർക്കാർ ഇത്രയും പറഞ്ഞ ഇരയ്ക്കായിക്കോട്ടെ അല്ലെങ്കിൽ വേട്ടക്കാരനായിക്കോട്ടെ, എല്ലാവരുടെയും ഉള്ളിൽ ഒരു തുറന്നു വച്ചിൽ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണെന്നുള്ളത് സത്യമല്ലേ? അതാണ് സത്യം. എത്ര നാൾ നമുക്ക് സത്യത്തിനെ മറച്ചു വെക്കാൻ പറ്റും? നമ്മൾ ഹൈക്കോടതിയുടെയും ഒക്കെ ബാക്കിൽ എഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ, സത്യമേവ ജയതേ. എന്താണ് അതിൻ്റെ അർത്ഥം? സത്യമേ ജയിക്കൂ. അപ്പം പണ്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്, ഒരിക്കൽ സത്യവും കള്ളവും കൂടെ ഇങ്ങനെ ഒരു ടൂറ് പോയി. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ജലാശയം കണ്ടു. അപ്പോൾ കള്ളം പറഞ്ഞു, ഡേയ് സത്യം, ഒന്ന് കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. സത്യമല്ലേ? അപ്പോൾ ശരി എന്ന് പറഞ്ഞ തുണിയൊക്കെ അഴിച്ചിട്ട് നേരെ ആ ജലാശയത്തിലിറങ്ങി കുളിക്കാൻ കയറി. അപ്പോൾ ഈ കള്ളം എന്ത് ചെയ്തെന്നറിയാം? സത്യം ഇറങ്ങിക്കഴിഞ്ഞല്ലോ, വെള്ളത്തിനടിയിലായി കഴിഞ്ഞല്ലോ. ഇവൻ പോയിട്ട് നേരെ ആ സത്യത്തിൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് കള്ളൻ്റെ മേത്തിട്ടിട്ട് സത്യമായിട്ട് ഓടിക്കളഞ്ഞു. സത്യം ഇപ്പോഴും ആ ജലാശയത്തിൽ കിടക്കുക, തുണിയില്ലാതെ പുറത്തേക്ക് വരാൻ മടിയായിട്ട്. എന്നെങ്കിലും ആ തുണി കിട്ടുമ്പോൾ പുള്ളി പുറത്തോട്ട് വരും. അന്നിതെല്ലാം തെളിയും.